السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും അല്ലാഹു തആല മാറ്റി സലാമത്താക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും, അതായത് നമ്മുടെ സമ്പത്തുകൾ മറ്റുള്ളവർ കവർന്നുകൊണ്ട് പോകാതിരിക്കാനും, ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനും. മറ്റുള്ളവരുടെ കയ്യിലായി പോയി, നമുക്ക് ഇതുവരെയും സമ്പത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ ആ സമ്പത്തുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ച ദിക്റുകൾ, ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, കച്ചവടത്തിലും ബിസിനസ്സിലും മറ്റുമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി അത് പലരുടെ കയ്യിലായി പോയി. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒക്കെ എല്ലാം വളരെ പ്രശ്നത്തിലാണ്, തകരാറിലാണ്. ആ പൈസ കിട്ടിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ, കച്ചവടങ്ങൾ ചെയ്യാൻ. ഇപ്പം ഞങ്ങൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തുകളിൽപ്പെട്ട ഒരു സഹാബി, അദ്ദേഹം ഈ ആയത്തോതിയിട്ട് കടന്നു. രാത്രിയിൽ കടന്നപ്പോ സംഭവിച്ച ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കള്ളം കയറി കതക് തുറന്ന സമയത്തെല്ലാം ഇദ്ദേഹം അറിയുന്നുണ്ട്. ഇദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ ഈ കള്ളം വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. വാതിൽക്കിലേക്ക് എത്തിയപ്പോഴേക്കും ആ കഥ കടഞ്ഞുപോയി. ആ സാധനങ്ങളെല്ലാം അവിടെ നിലത്ത് വെച്ചപ്പോഴേക്കും ആ വാതിൽ തുറന്നു. വീണ്ടും ആ സാധനം എടുത്തപ്പോ വീണ്ടും ആ കഥ കടഞ്ഞു. വീണ്ടും സാധനം എടുത്ത് താഴേക്ക് വെച്ചപ്പോ ആ വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് അവസാനം അദ്ദേഹം ആ സാധനങ്ങളെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചരിത്രം പറയുന്നു. അന്നേരം ഈ സഹാബി എണീച്ച് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ആയത്തോതിയിട്ടാണ് ഇവിടെ കിടന്നത്. ഈ ആയത്തിന് എത്രത്തോളം പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കിടന്നത്. അതുകൊണ്ട് ഒരു കള്ളനും എന്റെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് ആ സഹാബിയോട് വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്കറിയാം നമ്മുടെ പൈസകളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ കിടക്കുകയാ. അത് കിട്ടിയിട്ട് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ, പല ബിസിനസ്സുകൾ ചെയ്യാൻ, നമുക്കല്ലെങ്കിൽ വീടുണ്ടാക്കാൻ, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ, മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ. ഇങ്ങനെ നൂറൂട്ടം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുമ്പോ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ മനസ്സിലാക്കണം, തയ്യാറാകണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാനും, നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ സമ്പത്ത് അല്ലാഹു തആല തരുന്ന അനുഗ്രഹമാണ്. നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് ഖൈറായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. ആ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഇരക്കേണ്ടി വരും, കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹു തആല തരുന്ന അനുഗ്രഹമാണ്. അതിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാ ദിവസവും ഒരു 11 പ്രാവശ്യം അല്ലാഹുവേ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് സൂറത്തുൽ ദുഹാ നിങ്ങൾ പാരായണം ചെയ്തു. والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى
വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ അലം യജ്ദക യതീമൻ ഫആവാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ലഹ് ഉണ്ടല്ലോ. ആ സൂറത്തുൽ ലഹ് നിങ്ങൾ 11 പ്രാവശ്യം കിടക്കാൻ നേരത്ത് നല്ലതുപോലെ ഓതിയിട്ട് നിങ്ങൾ കിടന്നോ. എന്നിട്ട് യാ ജാമിഅൻ നാസി ലിയൗമിൽ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഅ ബൈനി വബൈന ളാനതി. ഇതൊരു 111 പ്രാവശ്യം ചൊല്ലുക. യാ ഹഫീർ 119 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവേ താഴെ കാണുന്ന ആയത്തുണ്ടല്ലോ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകൂ മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ 16ാമത്തെ ആയത്താണ്. ഇതും കൂടി ഓതിയിട്ട് നിങ്ങളൊന്ന് കിടന്നു നോക്കൂ. നിങ്ങളുടെ സമ്പത്ത് പോകില്ല. നിങ്ങളുടെ സമ്പത്ത് ഒരു കള്ളം പോലും അടിച്ചുകൊണ്ട് പോകില്ല. ആ കള്ളനെങ്ങാനും സമ്പത്ത് കൊണ്ടുപോയാൽ അവന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വന്നിട്ട് ആ സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇനി ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു തരുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഒരു സഹാബിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പുന്നാര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ആയത്താണ്. ഒരു വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്തോ. അല്ലാഹു തആല നിങ്ങളുടെ സമ്പത്ത് തിരിച്ചു തരികയും അതേപോലെ നിങ്ങളുടെ സമ്പത്തിന് നല്ല ഹിഫ്ള് ഉണ്ടാകും, കാവലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ, നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളും സമ്പത്തും എല്ലാം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്നതാക്കി അല്ലാഹു തആല ഖൈറായ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.